Hi children, welcome to science class. Let us continue our chapter force and pressure. Okay, today we are going to study about friction, gravitational force, electrostatic force, etc. Okay, listen. Friction. What is friction? The force responsible for changing the state of motion of objects in all these examples is the force of friction. It is the force of friction between the surface of the ball and the ground that brings the moving ball to rest. Okay, what is friction? The force responsible for changing the state of motion of objects. ഒരു മൂവ്മെന്റിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുത്തുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. One example, the force of friction between the surface of the ball and the ground that brings the moving ball to rest. Move ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോള്, ആ ബോളിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തത് കൊണ്ട് ഒരു സർഫസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് അത് റെസ്റ്റ് ആവുന്നത്. മൂവ് ചെയ്തതിന് ശേഷം അത് റെസ്റ്റ് ആവുന്നത്. മൂവിംഗ് ബോളിനെ റെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സർഫസ് എന്താണ്, സർഫസിന്റെയും മൂവിംഗ് ബോളിന്റെ ഇടയില് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the force of friction always acts on all moving objects and its direction is always opposite to the direction of motion. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മൂവിംഗ് ഒബ്ജക്ട്സിലാണ് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അതിന്റെ ഡിറക്ഷൻ? ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ മൂവ്മെന്റിന്റെ ഡിറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. മൂവ്മെന്റിന്റെ ഡിറക്ഷൻ ഓഫ് മോഷൻ അതിന് നേർ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. One example, magnetic force. Non-contact force in example ആണ് magnetic force. What is the activity? Take a pair of bar magnet. Bar magnet എടുക്കുക. Place the longer side of one of the magnet over 3 round shaped pencils or wooden rollers as shown in figure. എന്താ ചെയ്യേണ്ടത്? 3 പെൻസിൽ എടുക്കണം. ആ പെൻസിലിന്റെ മുകളിൽ ബാർ മാഗ്നറ്റ് വെക്കണം. Now bring one end of the other magnet near the end of the magnet placed on the rollers. ഇപ്പൊ ഈ റോളേഴ്സിന്റെ മുകളിൽ വെച്ചിട്ടുള്ള മാഗ്നറ്റിന്റെ അടുത്തേക്ക് വേറൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരിക. ഇതിന്റെ എൻഡിലേക്ക് വേറൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരിക. Make sure that the two magnets do not touch each other. ടച്ച് ചെയ്യാൻ പാടില്ല, രണ്ട് മാഗ്നറ്റും ടച്ച് ചെയ്യരുത്. Observe what happens. Next, bring the other end of the magnet near the same end of the magnet placed on the rollers. Note what happens to the magnet placed on the rollers every time another magnet is brought near it. First, ഇങ്ങനെ ഈ പെൻസിലിന്റെ മുകളിൽ ബാർ മാഗ്നറ്റ് വെച്ചു, എന്നിട്ട് വേറൊരു ബാർ മാഗ്നറ്റ് ഇതിനടുത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ കളർ റെഡ് കളർ തന്നിട്ടുണ്ട്. ബ്ലൂ കളർ റെഡ് കളർ എന്ന് പറയുന്ന രണ്ട് ചാർജസ് ഉള്ള രണ്ട് എൻഡുകളാണ്. രണ്ട് എൻഡുകളുണ്ട്, പോസിറ്റീവ് എൻഡും ഉണ്ട്, നെഗറ്റീവ് എൻഡും ഉണ്ട്. അപ്പൊ എന്താണ്, നോർത്ത് പോളും സൗത്ത് പോളും ആണ്. മാഗ്നറ്റിന്റെ നോർത്തും സൗത്തും ആണ്. നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പൊ ഇതിന്റെ അടുത്തേക്ക് ഈ കളർ നോക്കിയാൽ മതി. സെയിം കളറുള്ള മാഗ്നറ്റും ഉണ്ട്, ഡിഫറെന്റ്. ഇവിടെ റെഡ് കളറാണ്. ഈ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഏത് കളറാണ്? ഈ ഒരു ആഷ് കളറാണ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. അടുത്ത് ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാണ്ട് തന്നെ ഒരു അട്രാക്ഷൻ അവിടെ വരുന്നുണ്ട്. ഈ നെക്സ്റ്റ് കേസില് ഇവിടെ ഏത് കളറാണ്? ബ്ലൂ കളർ ആണ് കാണുന്നത്. ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സെയിം കളർ മീൻസ് പോൾ, സെയിം പോൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ബ്ലൂ കളറുള്ള എൻഡ് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താ സംഭവിക്കുക? അട്രാക്ട് ചെയ്യില്ല, അതേ റിപ്പൽ ഈച്ച് അതർ. അട്രാക്ട് ചെയ്യാണ്ട് റിപ്പൽ ചെയ്യും. അട്രാക്ട് ചെയ്യാൻ നമുക്കറിയാം, മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരും, മാഗ്നറ്റിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് കേസിൽ ഡിഫറെന്റ് എന്താണ്, സൗത്തും നോർത്ത് പോളും വന്ന സമയത്ത് അട്രാക്ട് ചെയ്യും, ദേ അട്രാക്ട് ഈച്ച് അതർ. സൗത്തും അല്ലെങ്കിൽ നോർത്തും വരുന്ന സമയത്ത് ദേ റിപ്പൽ ഈച്ച് അതർ. അപ്പൊ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ടച്ച് ചെയ്യാണ്ട് തന്നെ, കോണ്ടാക്ട് ഇല്ലാണ്ട് തന്നെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ,
So a magnet can exert a force on another magnet without being in contact with it. The force exerted by a magnet is an example of non-contact force. So contact allanda varuna force aanu non-contact force ennu parayunnathu. Magnet endana or force exert cheyyana vera magnet inde molle contact illanda thanne. Okay. Next, electrostatic force. Electrostatic force. Look at the activity. Take a plastic straw and cut it into nearly 2 equal pieces. ഒരു പ്ലാസ്റ്റിക് സ്ട്രോ എടുത്ത് അതിനെ കട്ട് ചെയ്യുക, ഈക്വൽ സൈസിൽ 2 പീസായിട്ട് കട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സസ്പെൻഡ് വൺ ഓഫ് ദ പീസസ് ഫ്രം ദ എഡ്ജ് ഓഫ് എ ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പീസ് ഓഫ് ത്രെഡ്. ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ഒരു പീസിനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. Now hold the other piece of straw in your hand and rub its free end with a sheet of paper. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ആ സ്ട്രോനെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ റബ് ചെയ്യാം. Bring the rubbed end of the straw near the suspended straw. അപ്പൊ എന്താ ചെയ്യുന്നത്, തൂക്കിയിട്ടിരിക്കുന്ന സസ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ട്രോന്റെ അടുത്തേക്ക് റബ് ചെയ്തിട്ടുള്ള സ്ട്രോന്റെ എൻഡ് കൊണ്ടുവരിക. അപ്പൊ എന്താ സംഭവിക്കുക, ചാർജ് കിട്ടും. റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്ട്രോക്ക് ചാർജ് കിട്ടും. അപ്പൊ എന്താ സംഭവിക്കുക, ചാർജ് കിട്ടിയത് കൊണ്ട് നമുക്ക് പിക്ചറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഒരു അട്രാക്ഷൻ. ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ട്രോ ഇവിടേക്ക് ഒരു അട്രാക്ട് ചെയ്തിട്ട് നിൽക്കുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. Then next, rub the free end of the suspended piece of straw with sheet of paper. പിന്നെ എന്താ ചെയ്യേണ്ടത്, അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ട്രോന്റെ ഫ്രീ എൻഡും ഇതുപോലെ ഷീറ്റ് ഓഫ് പേപ്പറിൽ റബ് ചെയ്യുക. Again bring the piece of straw that was rubbed earlier with paper near the free end of the suspended straw. What do you observe now? അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതിനുശേഷം നമ്മൾ ആദ്യം റബ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോന്റെ എൻഡും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ സമയത്ത് അത് അട്രാക്ട് ചെയ്യുന്നില്ല, റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു, അട്രാക്ട് ചെയ്യുന്ന റബ്ബ് ചെയ്യുന്ന സമയത്ത് ചാർജ് വരും. ഒരു എന്താ വരുന്നത്, ഒരു ഇലക്ട്രിക് ചാർജ് അവിടെ വരുന്നുണ്ട്. ആ ഇലക്ട്രിക് ചാർജ് അവിടെ വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു അട്രാക്ഷൻ അവിടെ വരുന്നത്. അപ്പൊ സെയിം ചാർജ് ആണ് വരുന്നതെങ്കിൽ റിപ്പൽ ചെയ്യും, ഡിഫറെന്റ് ചാർജ് ആണ് അവിടെ വരുന്നതെങ്കിൽ അട്രാക്ട് ചെയ്യും. 2 ടൈപ്സ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്, റിപ്പൽ ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നതെങ്കിൽ അവിടെ അട്രാക്ട് ചെയ്യും. അപ്പൊ 2 ടൈപ്പ് ചാർജസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സ്ട്രോനെ റബ് ചെയ്യുന്ന സമയത്ത് സ്ട്രോ എന്തായി, ചാർജ്ഡ് ബോഡിയായി. The force exerted by a charged body on another charged body or uncharged body is known as electrostatic force. എന്താ പറയുന്നത്, ഒരു ചാർജ്ഡ് ബോഡി വേറൊരു ചാർജ്ഡ് ബോഡിയിലോ അല്ലെങ്കിൽ അൺചാർജ്ഡ് ബോഡിയിലോ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. The force comes into play even when the bodies are not in contact. ബോഡി തമ്മിൽ കോണ്ടാക്ട് ഇല്ല, എന്നിട്ടും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. Next, gravitational force. You know that a coin or a pen falls to the ground when it slips off your hand. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് കോയിനോ പെന്നോ വഴുതിയിട്ടുണ്ടെങ്കിൽ താഴെയാണ് വീഴുന്നത്. When the coin is held in your hand, it is at rest. Coin നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അത് റെസ്റ്റിംഗ് പൊസിഷനിലാണ്. As soon as it is released, അതിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് it begins to move downward. റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, ഡൗൺവേർഡിലേക്ക്. Can this happen without a force acting on it? അത് ഒരു ഫോഴ്സിന്റെ അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് അത് താഴേക്ക് മൂവ് ചെയ്യുന്നത്. Which is this force? ഏതാണ് ആ ഫോഴ്സ്? That force is gravitational force. Okay. Objects or things fall towards the earth because it pulls them. അപ്പോൾ ഒബ്ജക്ട്സ് താഴേക്ക് വീഴുന്നത് എന്താണ്, അതിന് താഴെ നിന്നിട്ട് പുൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ്. That force is called force of gravity or just gravity. ആ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Gravitational force is attractive force. Okay. Next, about pressure. You have learned in class 7 that strong wind during a storm or a cyclone can blow away even the rooftops. 7th standard la nammal cyclone, wind, storm, cyclone enna chapter la cyclone dem storm indem pressure ne kurichokka padichittunde. You also learned that wind and cyclone are caused by the differences in air pressure. Air pressure la differences kondana cyclone allengil wind ഒക്കെ ഉണ്ടാകുന്നത്. Is there any relation between pressure and force? പ്രഷറും ഫോഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? Let us look at the activity. Try to push a nail into a wooden plank by its head. എന്താണ്, ഒരു നെയിലിനെ എന്താക്കാൻ പറയുന്നത്,
നെയിലിനെ ഒരു വുഡിന്റെ മുകളിലേക്ക് അടിക്കാനാണ് പറയുന്നത്. ഡിഡ് യു സക്സീഡ്? നെയിലിന്റെ ഏത് എൻഡാണ്? ഹെഡ് പൊസിഷൻ, അതായത് ഈ ഷാർപ്പ് ആയിട്ടുള്ള എൻഡ് അല്ല, മറ്റേ എൻഡിലാണ് എന്താണ് ഹാമർ ഇട്ടിട്ട് പുഷ് ചെയ്യുന്നത്. ഡിഡ് യു സക്സീഡ്? അങ്ങനെ നമ്മൾ ഹാമർ വെച്ചിട്ട് ഷാർപ്പ് ആയിട്ടുള്ള എൻഡ് അല്ല, സർഫസ് ഏരിയ കൂടിയ എൻഡാണ് നമ്മൾ താഴെ വെച്ചിട്ട് ഓപ്പോസിറ്റ്. സാധാരണ നമുക്കറിയാം നെയിൽ എങ്ങനെ വെച്ചിട്ടാണ് ആണി ഇങ്ങനെ തറയ്ക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡ് യു സക്സീഡ്? നോ. ട്രൈ നോട്ട് ടു പുഷ് ദ നെയിൽ ബൈ ദ പോയിന്റഡ് എൻഡ്. പോയിന്റഡ് എൻഡ് താഴേക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് എന്താക്കണം, ആ ആക്ടിവിറ്റി പുഷ് ചെയ്യാം. പുഷ് ചെയ്യുന്ന സമയത്ത് കുഡ് യു ഡു ഇറ്റ് ദിസ് ടൈം? അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് അതിനെ ചെയ്യാൻ പറ്റും, സക്സസ് ആവും നമ്മള്. ട്രൈ കട്ടിങ് വെജിറ്റബിൾസ് വിത്ത് എ ബ്ലണ്ട് നൈഫ് ആൻഡ് ദെൻ വിത്ത് ഷാർപ്പ് നൈഫ്. ഷാർപ്പ് നൈഫും അല്ലെങ്കിൽ ഒരു ബ്ലണ്ട് സർഫസ് ഏരിയ കൂടിയ നൈഫും ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഷാർപ്പ് നൈഫ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുക. സോ the force acting on a unit area of a surface is called pressure. ഇപ്പൊ പ്രഷറിനെ കുറിച്ച് പറയാനാണ് ഇത്ര എക്സാമ്പിൾസ് പറഞ്ഞത്. വാട്ട് ഇസ് പ്രഷർ? The force acting on a unit area of a surface is called pressure. ഒരു യൂണിറ്റ് ഏരിയ, സർഫസിന്റെ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിന് പറയുന്ന പേരാണ് പ്രഷർ. The force acting on a unit area of a surface is called pressure. Pressure can be calculated by using the formula force by area. Pressure is equal to force by area. Pressure equation എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? പ്രഷർ കൂടും. ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഏരിയ ആണ് കൂടുന്നതെങ്കിൽ എന്താണ്? പ്രഷർ കുറയും. അപ്പൊ നമ്മൾ ഈ നെയിലിന്റെ കേസിൽ ഏരിയ, സർഫസ് ഏരിയ, ഷാർപ്പ് എൻഡിന് എന്താണ് സർഫസ് ഏരിയ കുറവാണ്. നമ്മള് മറ്റേ ഭാഗം, നെയിലിന്റെ മറ്റേ ഭാഗം റൗണ്ട് ഭാഗത്തിന് സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പൊ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് പ്രഷർ എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. അപ്പം ആണി ഉള്ളിലേക്ക് തുളഞ്ഞു കയറില്ല. സർഫസ് ഏരിയ കുറയുന്ന സമയത്ത്, അതായത് ഷാർപ്പ് എൻഡിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഈസി ആയിട്ട് തുളഞ്ഞ് കയറാൻ പറ്റും. ഓക്കെ. Note that the area is in the denominator in the above expression. So the smaller the area, larger the pressure on a surface for the same force. The area of the pointed end of the nail is much smaller than that of its head. The same force therefore produces a pressure sufficient to push the pointed end of the nail into the wooden plank. നമ്മളിപ്പോ പറഞ്ഞ ഈ സർഫസ് ഏരിയയുടെ കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. Okay, can you explain now why shoulder bags are provided with broad straps and not thin strap? നമുക്കറിയാം ബാഗ്, നിങ്ങളുടെ സ്കൂൾ ബാഗിന്റെ ഒക്കെ തന്നെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ബ്രോഡ് ആണ്, ഭയങ്കര തിന്നല്ല, കുറച്ച് തിക്കായിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള വീതിയുള്ള സ്ട്രാപ്പ് ആണുള്ളത്. എന്താ സംഭവിക്കുക? എന്തിനാ അങ്ങനെ യൂസ് ചെയ്യണത്? ബ്രോഡ് ആയിട്ടുള്ള സ്ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് പ്രഷർ എന്താവില്ല, പ്രഷർ അവിടെ കുറവായിരിക്കും. തിന്നായിട്ടുള്ള സ്ട്രാപ്പ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. Okay. Okay, children, thank you. Study well.